ക്രൈസ്തവരും മുസ്ലിങ്ങളും അടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾ ആസൂത്രിതമായി വേട്ടയാടപ്പെടുന്ന സാഹചര്യത്തിൽ ഇരകളാക്കപ്പെടുന്നവർക്ക് ഐക്യദാർഢ്യവുമായി നാഷണൽ ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന മതേതര ഇന്ത്യ സാഹോദര സംഗമം ഉള്ളടക്കത്തിന്റെ ഗാംഭീര്യത്താൽ ഏറെ ശ്രദ്ധേയമായി. ഭരണഘടനയുടെ അടിസ്ഥാനധാരയായ മതേതര മൂല്യങ്ങളെ തകർക്കാനുള്ള ആസൂത്രിത നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന വികാരമാണ് സാഹോദര സംഗമത്തിൽ അലയടിച്ചുയർന്നത്. മലബാർ ഇൻഡിപെൻഡൻസ് സിറിയൻ ചർച്ച് സുപ്രീം ഹെഡ് അഭിവന്ദ്യ പിതാവ് സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത, ശിവാശ്രമം പ്രതിനിധി സ്വാമി മഹേശ്വര ചൈതന്യ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, സിദ്ദിഖ് ഫൈസി മങ്കര, ഉള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി, ഉസ്താദ് ഇബ്രാഹിം ഫലാഹി തുടങ്ങിയ ആധ്യാത്മികാധ്യക്ഷന്മാരുടെ സാന്നിധ്യം സാഹോദര സൗഹൃദ വേദിക്ക് വേറിട്ട മാനമാണ് പകർന്നത്. സാഹോദര സംഗമവേദിയിൽ ഉപവാസം അനുഷ്ഠിക്കുന്ന സയ്യിദ് ഷബീൽ ഐദ്രൂസി തങ്ങൾ, ജെയിംസ് കാഞ്ഞിരത്തിങ്കൽ, ഷാജി പള്ളം എന്നിവരെ അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത ഹാരമണിയിച്ച് ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്തു. നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ AP അബ്ദുൾ വഹാബ് സാഹോദര സംഗമം ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്നവരുടെ ഔദാര്യമല്ല സമത്വവും സ്വാതന്ത്ര്യവും എന്ന് ഓർമ്മപ്പെടുത്തിയ അദ്ദേഹം ഭരണഘടനയെ അട്ടിമറിക്കാൻ നടത്തുന്ന ഏത് നീക്കത്തെയും ജനകീയ കൂട്ടായ്മ ഉയർത്തി പ്രതിരോധിക്കുമെന്നും കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ പൗരന്മാർക്ക് മൗലികമായി ലഭിക്കേണ്ടതാണ് മൗലികാവകാശങ്ങൾ. ഭരണാധികാരികളുടെയോ ഭരണകൂടങ്ങളുടെയോ ഔദാര്യമല്ല എന്ന് അസന്നിഗ്ധമായി നമ്മുടെ ഭരണഘടന വ്യക്തമാക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് രാജ്യം ഭരിക്കുന്നവരുടെ ഔദാര്യമല്ല സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം, രാജ്യം ഭരിക്കുന്നവരുടെ ഔദാര്യമല്ല മതപരവും സാംസ്കാരികവുമായ അവകാശങ്ങൾ, രാജ്യം ഭരിക്കുന്നവരുടെ ഔദാര്യമല്ല സമത്വത്തിന് വേണ്ടി സമത്വത്തിൻ്റെ അവകാശങ്ങൾ. എന്തിൻ്റെ കാരണത്താലാണ് ഛത്തീസ്ഗഡിലെ ഈ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് നമ്മളൊന്ന് അന്വേഷിക്കുക. എന്തെങ്കിലും പ്രകോപനമുണ്ടാക്കിയോ? അവരെന്തെങ്കിലും ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയോ? അവരാരെങ്കിലും ബലമുപയോഗിച്ച് മതപരിവർത്തനത്തിന് മുതിർന്നോ? എന്തൊരു ദാരുണമായ സംഭവമാണ് വാസ്തവത്തിൽ. ഇത് ഛത്തീസ്ഗഡിൽ മാത്രം സംഭവിച്ചതല്ല എന്ന് നമുക്കറിയാം. രാജ്യവ്യാപകമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ്, ഭരണഘടനയുടെ അട്ടിമറിയാണ്. നാഷണൽ ലീഗ് സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ ഈ വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ്. കേവലം 2 കന്യാസ്ത്രീകളുടെ അറസ്റ്റ് എന്ന വിധത്തിൽ ചുരുക്കിക്കാണാവുന്ന വസ്തുതകളല്ല ഇപ്പോൾ അരങ്ങേറുന്നതെന്നും അതിന്റെ അണിയറയിൽ അന്യമത വിദ്വേഷം തന്നെയാണ് നിലനിൽക്കുന്നതെന്നും ഇതിനെതിരെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുടെ കൂട്ടായ്മ ഉയരണമെന്നും അതിനായി നാഷണൽ ലീഗ് നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും അഭിവന്ദ്യ പിതാവ് സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത പ്രതികരിച്ചു. ഇത് കേവലം 2 കന്യാസ്ത്രീകളുടെ അവരെ ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്നുള്ള അത് മാത്രമല്ല, ഇതിന് പിറകിൽ ഒത്തിരി കാര്യങ്ങൾ അതിന് പിറകിലുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നത് ഭരണ നേതൃത്വത്തിൻ്റെ അറിവോടും സമൂഹത്തോടും കൂടിയാണ് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉള്ളതായ ഈ പീഡനങ്ങളും ഉപദ്രവങ്ങളും കുറച്ച് 6-7 വർഷങ്ങളായിട്ട് തന്നെ തുടർന്നു വരുന്ന ഒരു പ്രവണതയാണിത്. ഏതായാലും ഇതൊരിക്കലും നീതീകരിക്കപ്പെടുവാനായിട്ട് സാധ്യമല്ല. ഒരു ഭാഗത്ത് സ്നേഹം നൽകുകയും മറുഭാഗത്ത് പീഡിപ്പിക്കുകയും ചെയ്യുന്ന ന്യൂനപക്ഷാംഗങ്ങളെ, അത് ക്രൈസ്തവരായാലും മുസ്ലിംസ് ആയാലും മറ്റാരായാലും, അവരെ സ്നേഹപുരസ്സരം അവരുടെ ഭവനങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ വന്ന് അവരെ അഭിസംബോധന ചെയ്ത് പാരിതോഷികം നൽകുകയോ മറ്റു ചെയ്തു മധുരപലഹാരങ്ങൾ വിളമ്പി ഒക്കെ സ്നേഹിക്കുന്ന ആ
ഒരു പ്രകടനം കാഴ്ചവെച്ച് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ പൊതുവായി ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സംഭവ വികാസമാണ് ഇന്ന് കാണുന്നത്. മുമ്പ് കൂടുതലായിട്ടും നോർത്ത് ഇന്ത്യയിലായിരുന്നെങ്കിൽ ഇന്നത് കേരളത്തിലും കടന്നു വരാനുണ്ട് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ആ 2 കന്യാസ്ത്രീകൾ എന്ത് കുറ്റമാണ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉപദ്രവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന പലരും ഈ കന്യാസ്ത്രീകൾ നോർത്ത് ഇന്ത്യയിലും കേരളത്തിലൊക്കെ നടത്തുന്ന ആശുപത്രികളിലേക്ക് കടന്നു വന്ന് അവരെ ശുശ്രൂഷിച്ചുള്ളവരാണ്. ഒരിക്കലും അവർ ആയുധം കൈപിടിച്ചിട്ട് വന്നിട്ടില്ല, ആരെ ഉപദ്രവിക്കാൻ ഇതുവരെ വന്നിട്ടില്ല. നിസ്വാർത്ഥമായ സേവനം ചെയ്യുക. അത് സന്യാസിയുടെ ലക്ഷ്യം സമൂഹത്തെ സേവിക്കുക എന്നുള്ളതാണ്, സ്നേഹിക്കുക എന്നുള്ളത്. അവരാൾ കഴിയുന്ന രീതിയിൽ സഹായം നൽകുന്ന ഈ കന്യാസ്ത്രീമാരെ അവരെ ആൾക്കൂട്ട വിചാരണ നടത്തി തുറങ്കലിൽ അടയ്ക്കുന്നത് ഒരിക്കലും ശരിയല്ല. യോഗത്തിൽ നാഷണൽ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമാദേവി അധ്യക്ഷത വഹിച്ചു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, CPI ജില്ലാ സെക്രട്ടറി ശിവാനന്ദൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ്, നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം നസ്രുദ്ദീൻ മജീദ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രാജ്യത്തെമ്പാടും ഭരണകൂട പിന്തുണയോടെ ന്യൂനപക്ഷ വേട്ടകൾ അരങ്ങേറുമ്പോൾ അതിനെതിരെ പ്രതിരോധമുയർത്താൻ മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങൾ തന്നെയാണെന്നതിന്റെ പ്രൗഢ പ്രഖ്യാപനമായിരുന്നു നാഷണൽ ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന മതേതര ഇന്ത്യ സാഹോദര്യ സംഗമം.